എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ഗോവിന്ദൻ നേരെ നന്ദുവിന്റെ അരിയിലേക്ക് എത്തുവാണ്. അപ്പൊ നന്ദു ഒരു ടെസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അച്ഛനെ കണ്ടതും പെട്ടെന്ന് നന്ദു ചാടി എഴുന്നേറ്റു. നന്ദു, ഈ അനിത ആരാന്ന് ചോദിക്കുക. അനിത എന്റെ ഫ്രണ്ടാ അച്ഛാ. കള്ളത്തരം പറയണ്ട, നിനക്ക് അനിത എന്നൊരു ഫ്രണ്ട് ഇല്ലാന്ന് എനിക്കറിയാം. അല്ല, ചേച്ചി എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുക. അതല്ലല്ലോ അവിടെ പ്രാധാന്യം. ഞാൻ ചോദിച്ചാൽ നീ ഉത്തരം പറ. അല്ല, അനിത ആരാന്നുള്ള ഉത്തരം ഞാൻ ഇന്നലെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കള്ളത്തരമല്ല എനിക്ക് കേൾക്കണ്ടേ, ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ല അത് പിന്നെ അച്ഛാ, ആ ഫോൺ ഇങ്ങ് തരാൻ പറയണം. നന്ദു ഫോൺ കൊടുത്തില്ല. ഇങ്ങോട്ട് തരാനാ നിന്നോട് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ദേഷ്യപ്പെട്ട് ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ്. വാങ്ങിയിട്ട് ആ നമ്പർ അങ്ങോട്ട് നോക്കി. ഓഹോ, ഇത് അനിയുടെ നമ്പർ അല്ലേ? അപ്പൊ നിന്നെ പാതിരാത്രി അവൻ വിളിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുക. അല്ല പിന്നെ അച്ഛാ, ഞാന് കൂടാതൊന്നും പറയണ്ട, എനിക്കിപ്പൊ എല്ലാം മനസ്സിലായി. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അല്ല, അവൻ നിന്നെ എന്തിനാ ഈ രാത്രി വിളിക്കുന്നേ? അച്ഛാ എനിക്കറിയില്ല, ഞാൻ കോൾ എടുത്തിട്ട് പോലില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അല്ല, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇത് നന്ദു, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതിനെക്കുറിച്ച് നിനക്കറിയാവോ? അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവന്റെ വിവാഹം നടക്കും. അനാമികയുടെ കാര്യം അറിയാലോ. ഒരു പക്ഷേങ്കിൽ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളൊരു പെണ്ണാണ്, അവൾക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഇത് മാത്രം നിന്നോട് പറയാനുള്ളൂ. കാരണം നിന്റെ നയനേച്ചി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനമ്മളുടെ മാനസികാവസ്ഥ എന്താ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റുമോ? കാരണം ഇപ്പൊ തന്നെയാണെങ്കിലും അതിനവിടെ സമാധാനം ഇല്ലാത്തതുകൊണ്ടാ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനായിട്ട് വന്നേ. ആ സമയത്ത് അതിനേക്കാളും വലിയ സമാധാനക്കേടാ ഇവിടെ ഉണ്ടേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങോട്ട് പോവും? അവളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ. അവൾക്ക് പിന്നീട് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പോലും പറ്റുമോ? അല്ലെങ്കിൽ തന്നെ കുത്തുവാക്കുകൾ കൊണ്ട് അവളെ എല്ലാവരും മൂടുക. അതിന്റെ കൂടെ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ജീവിതം തകരും. അവൾ ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ നയനമോളുടെ ജീവിതം തകരാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. നിന്നോട് പലതവണ ഞാൻ വാണി തന്നാണ്. അച്ഛൻ നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ചിന്തിക്കാനുള്ള പ്രായം പക്വതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ചിന്തിച്ചൊരു തീരുമാനം എടുക്കുക എന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനായിട്ട് നന്ദു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുകയാണ്. പിന്നീട് നേരം വെളുത്തു കഴിഞ്ഞപ്പോ ആദർശ് ഇങ്ങനെ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക. നോക്കിക്കഴിയുമ്പോ ചായ കാണുന്നില്ല. ഇവിടെ എവിടെ പോയി കിടക്കുക? ചായ കൊണ്ടേ വെക്കുന്ന, ഇന്ന് ചായ കൊണ്ടേ വെച്ചിട്ടില്ല. എവിടെയെങ്കിലും പോയി കിടക്കുമായിരിക്കും. ഓഹ്, കുളിയും ദേവാരം ഒന്നും കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. വിസ്തരിച്ചുള്ള കുളിയായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് കട്ടിലിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ചായയും കൊണ്ട് ദേവേനെ അങ്ങോട്ട് വരുന്നത്. ചായ അങ്ങോട്ട് കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചോദിച്ചു, നീ ഇത് എവിടെ പോയി കിടക്കുവാണ് ഇത്ര സമയം? ഓഹോ, നിനക്ക് തോന്നുന്ന സമയത്ത് ചായ കൊണ്ട് വന്നാൽ മതിയോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവേനിക്ക് കാര്യം മനസ്സിലായില്ല. ആദർശ് പറഞ്ഞു, നീ ഇതെന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കണം. പിന്നീടാണ് ശരിക്കും നോക്കണേ. അപ്പൊ ദേവേനെയാണ് മുന്നിൽ നിൽക്കുന്നത്. അല്ല അമ്മ, നിനക്ക് എന്താ ആദർശേ, നിന്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടോ? നീ ചായ കുടിക്കുക. അല്ല അമ്മ ചായ കൊണ്ട്. പെട്ടെന്നാണ് ആദർശ് ഓർത്ത, അയ്യോ നയന ഇവിടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഉറക്കത്തിൽ പോലും നിനക്ക് അവളെ കുറിച്ചുള്ള ചിന്തകളല്ലേന്ന് ചോദിക്കുക. അല്ലമ്മ, അത് ഞാന് മനസ്സിലായടാ. അല്ലമ്മ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിയുമ്പോൾ, വേണ്ടപ്പെട്ട ഒരാൾ പോയി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ മറക്കില്ലോ. അവരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ. വേണ്ടപ്പെട്ട ആളോ? ഓഹോ, അപ്പൊ അവള് നിനക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നല്ലേന്ന് ചോദിക്കുക. അല്ലമ്മേ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ച് വിടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും മാറി നിൽക്കുവാണെങ്കിൽ നമ്മള് ഓർക്കൂല. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ആളാണെങ്കിലേ 2 ദിവസത്തേന്. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലായി ഇപ്പൊ എന്തൊക്കെയാന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വേണ്ട. ഇതോടുകൂടി ഓർമ്മകളൊക്കെ ഞാൻ കളഞ്ഞേരെ. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാനുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് സാധിച്ചു തന്നോളാം. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അല്ലമ്മ, അമ്മയ്ക്കത് ബുദ്ധിമുട്ട്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും ജലജയുണ്ട്. അല്ലമ്മ, വേണമെങ്കിൽ വേലക്കാരി മീനാക്ഷി ചേച്ചിനെ വിളിക്കാന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം. പിന്നെ വേറെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. ഇനിയിപ്പൊ അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ദേവേനി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശം വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് നന്ദുവിന്റെ അടുത്തേക്ക് നയന വന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് രാവിലെ ഒന്ന് നടക്കാൻ പോവാന്ന് പറയാം. വേണ്ട ചേച്ചി, എനിക്ക് സുഖമില്ലാന്ന് പറയണം. ആ എന്താ സുഖമില്ലാത്ത? നേരത്തെ നടക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ നീയാണല്ലോ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത്. എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ബോഡി വീക്കായി പോകുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ നിനക്ക് ഈ അടി ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുക.
അത് പിന്നെ നയനേച്ചി ഞാൻ ബാ പറയുന്ന അനുസരിക്കാൻ പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ പോവാൻ ചേച്ചി. നാളെ വേണ്ട, ഇന്ന് പോണം. നിനക്ക് എന്താ നന്ദു പറ്റിയത്? ദേ ഇപ്പൊ തന്നെയാണെങ്കിലും അച്ഛനാണെങ്കിൽ വല്ലാത്ത ദുഃഖത്തില്ല നിന്റെ കാര്യം ഓർത്തിട്ട്. നീ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നീ ഒന്ന് ഊർജ്ജസ്വലയായിട്ട് ഇരിക്കുക. അല്ല, എന്ത് പറ്റി നിനക്ക്? നിന്റെ മുഖം ആകെപ്പാടെ വാടിയിരിക്കുന്നുണ്ടല്ലോ. അല്ല, അച്ഛൻ ചേച്ചിയോട് എന്തേലും പറഞ്ഞോ? ഏ, അച്ഛൻ എന്തേലും അറിയാവോ അപ്പൊ നിന്റെ കാര്യത്തെക്കുറിച്ച്? അല്ല, ഞാനിങ്ങനെ ചോദിച്ചാന്ന് പറയണം. നന്ദു വീണ്ടും കിടന്ന് ഉരുണ്ട് കളിക്കുക. ശരി, എന്തേലും ആട്ടെ, പോകാന്നും പറഞ്ഞോണ്ട് നന്ദൂരം കൊണ്ട് ഇറങ്ങുവാണ്. പിന്നീട് ആദർശം നടക്കുവാണ്. ആദർശം നടന്നങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നന്ദു നയനയും കൂടെ നടന്നു വരുന്നത്. ആദർശനെ കണ്ടതും പെട്ടെന്ന് നയന ചോദിച്ചു, ഓഹോ, അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടിയാണ് ഈ വഴി വന്നേന്ന് ചോദിക്കും. ആദർശം മുഖത്തൊരു ചമ്മലുണ്ട്. പിന്നെ നിന്നെ കാണാൻ വേണ്ടി എനിക്കും കൂടെ വരേണ്ട ആവശ്യം എന്നാ? അല്ല, ഇതിനു മുമ്പ് ആദർശൻ ഈ വഴി നടക്കാൻ വന്ന് കണ്ടിട്ടില്ല. അതങ്ങനെയൊന്നുമില്ല, നടന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ വഴി അപ്രതീക്ഷിതമായിട്ട് ഇങ്ങോട്ട് വന്നാ, അല്ല നിന്നെ കാണാൻ വേണ്ടിട്ടൊന്നും അല്ലെന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, അങ്ങനെയാണ്, ആയിക്കോട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും വന്ന് കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ആദർശം നടക്കാനൊന്നും ഇറങ്ങാറില്ലായിരുന്നല്ലോ. പിന്നെ എന്ത് പറ്റി? അതെന്താണെന്നറിയോ, നീ ഇല്ലാത്തോണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണർന്നു, അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വന്നേ ഉള്ളൂ. ഈ സമയം നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി. താനില്ലാത്തോണ്ട് ആദർശന് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം ഉണ്ടായി. ഈ സമയം നന്ദു പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നു? അതും വഴിയിൽ നിന്നിട്ട്. നടക്കാൻ പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി. നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിന്നെ അതിലെന്താ കുഴപ്പമൊന്നും കണ്ടെന്നുറത്തുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. ഈ സമയം നന്ദു ചോദിച്ചു, നാളെ ആദർശേട്ടൻ ഇതിലൂടെയാണോ നടക്കാൻ വരുന്നതെന്ന് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ ഇതിലൂടെ ഇങ്ങോട്ട് വന്നെന്നിരിക്കും. ചേട്ടപ്പ നയനോട് അതെനിക്ക് അറിയാന്ന് പറയണ. എന്താ നീ ഒരുമാതിരി ആക്കി പറഞ്ഞ? ഒന്നുമില്ല ആദർശേട്ടാന്ന് പറയാണ്. ശരി, ഇനി ഞാൻ ഇതിലൂടെ നടക്കാൻ വരുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? പിന്നെ നടക്കാൻ വന്നോർത്ത് എല്ലാരും അവളെ കാണാനായിട്ടല്ലേ അങ്ങോട്ട് വരുന്നേ. അതെ, നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിന്നെ കാണാൻ വേണ്ടി വന്നേന്ന്. നിന്നെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. പിന്നെ എന്റെ ഇഷ്ടമില്ലാതെ നീ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ വീട്ടിലേക്ക് പോയതല്ലേ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോ നീ വന്നാൽ മതി. ഇനിയിപ്പോ നീ വരണമെന്നും എനിക്കൊരു നിർബന്ധമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആദർശം അങ്ങ് തിരിഞ്ഞു കിടക്കുക. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം നന്ദു പറഞ്ഞു, എന്റെ ചേച്ചി ആദർശാണ് മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അതെന്താ? ആ മുഖത്തെ ചേച്ചിയോടുള്ള ആ സ്നേഹം കണ്ടോ? ചേച്ചിനെ കണ്ടപ്പോഴുള്ള ആ സന്തോഷം കണ്ടോ? ആദർശന്റെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെന്ന് പറയാ. അല്ല മോളെ, ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷേങ്കില് എനിക്കറിയാം ആദർശനെ ഇതുവരെയായിട്ട് ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ച് കാണിച്ചിട്ടില്ല എന്ന് പറയാം. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. എനിക്ക് ആ പ്രതീക്ഷകളൊന്നും ഇല്ല മോളെ. ഇനി ആദർശൻ എന്നെ സ്നേഹിക്കുന്നോ, ഞങ്ങൾ തമ്മിലൊരു കുടുംബജീവൻ നയിക്കുന്നോ, അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിടത്തോളം ആദർശാണ് ഇപ്പോഴും ചേച്ചിയുടെ ഭയങ്കര സ്നേഹമാണ്. ഈ സമയത്ത് മുന്നോട്ട് നടന്ന ആദർശ് വേണ്ടായിരുന്നു, അത്രയും ക്രൂരമായിട്ട് അവളോട് പറയണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടി മാത്രം ഈ വഴി വന്നേ. എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഓർത്തുന്ന ആദർശ് നടക്കുവാണ്. പിന്നീട് ആദർശ് വീട്ടിലേക്ക് കയറി വരുമ്പോ കനക സിറ്റൗട്ടിൽ ഒരു പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദർശിനെ കണ്ടപ്പോ ചോദിച്ചു, ആഹാ, ഇന്ന് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയല്ലേന്ന് ചോദിക്കാം. അത് ഇത്ര പെട്ടെന്ന് പറഞ്ഞോന്ന് ചോദിക്കാം. അത് പിന്നെ എന്റെ മകളല്ലേ, അവളുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയാതിരിക്കുവോ? അതുകൊണ്ടാ. അല്ല, മോന് വേണമെങ്കിൽ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാട്ടോ എന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അവള് തോന്നിയാസം പോയതല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളപ്പോ അവള് വരട്ടെ. അങ്ങനെയല്ലല്ലോ, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ടല്ലേ അവള് പോയതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. അല്ലെങ്കിൽ മുത്തശ്ശന് ഇനി അവള് വേണോന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. അങ്ങനെയല്ലോ മോനെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ ശരി തന്നെയാ. അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്. അവളുടെ അഹങ്കാരം കുറയുന്നോടം വരെ അവൾ അവിടെ നിൽക്കട്ടെ, അല്ല ഞാൻ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല. ഇത് കേട്ടപ്പോ കനയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷെ കനക അതൊന്നും മുഖത്ത് ഭാവിച്ചില്ല. കന പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ ശരിയാന്നേ? കുടുംബജീവിതം ആകുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ തന്നെയാണെങ്കിലും നായനമോൾ ഈ വീട്ടിൽ നിന്ന് പോയാല് ഏറ്റവും കൂടുതൽ വിഷമം മുത്തശ്ശനൊക്കെയാ. ഇത് സമയം കിടപ്പോ ആദർശം അതെനിക്ക് നന്നായിട്ടറിയാം. അല്ല, മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അറിയാലോ മോനെ നിനക്ക്. അവളായിരുന്നു എല്ലാത്തിനും മുൻപന്തി നിന്നോണ്ടിരുന്നേ. പക്ഷേങ്കിൽ അവരിപ്പോ ഒരു പരാതിയും പറയാതെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഒരു പക്ഷേങ്കിൽ നയനമോൾക്ക് ഇങ്ങനെയെങ്കിലും നല്ല ജീവിതം കിട്ടട്ടെ, അല്ലെങ്കിൽ 2 ദിവസം അവളുടെ വീട്ടിൽ പോയിന്ന് അവൾക്ക് സമാധാനം കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. എവിടെയാണ് അവൾക്ക് സമാധാനം കിട്ടുന്നത്? അവിടെ 2 ദിവസം നിൽക്കട്ടെ എന്ന് ഓർത്താണ്ട മൂർത്തിമുത്തശ്ശൻ പോലും അവൾ നയനമോളോട് അവിടെ നിന്നോളാൻ പറയണേ. അല്ലാതെ മറ്റൊരു കാരണം കൊണ്ടല്ല എന്ന് പറയാ. എന്താണെങ്കിലും വേട്ടെ, ഞാൻ അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ മോള് വന്നില്ലെങ്കിൽ തൽക്കാലത്ത് അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്താണോ? അങ്ങനെയൊന്നും ഇല്ല, അവൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. അല്ല, അങ്ങനെ വരായിരുന്ന മോനിനി അവളെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കേ. അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ കനയ്ക്ക് ചെറിയ ആശ്വാസമൊക്കെ വന്നു. ആദർശ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ
അകത്തേക്ക് കയറി ഹാളിലേക്ക് ചെന്നപ്പോഴത്തേനും ആദർശന് വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. കനക അങ്ങനെ സംസാരിക്കുകയും കൂടി ചെയ്തപ്പോൾ പെട്ടെന്ന് അവിടെ പോരുന്ന ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ തലയിൽ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് തന്നാണ്. പിന്നീട് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. എണ്ണ തേച്ച് മസാജ് ചെയ്ത സമയത്ത് അവൾ പറഞ്ഞ് മുടിയൊക്കെ ആകെപ്പാടെ കൊഴിഞ്ഞു തുടങ്ങിയെന്ന്. പിന്നെ ഈ പറയുന്ന ആൾക്ക് ഭയങ്കര മുടിയാണല്ലോ. അതല്ല ആദർശേട്ടാ ഞാൻ പറഞ്ഞേ, സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് തല നിറച്ച് നല്ല തിക്കായിട്ട് മുടി കാണുവേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്യണം മുടി, അങ്ങനെയാണെങ്കിലോ നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ഇതിന്റെ കുറവും കൂടെ ഉള്ളൂ. പക്ഷേങ്കിൽ അവള് മസാജ് ചെയ്തപ്പോൾ നല്ല തലയ്ക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് ആദർശ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് ആദർശം ജയന്റെ അരിയിലേക്ക് വരുന്നത്. അമ്മ എന്ത് വെച്ചാന്ന് ചോദിക്കണം. അവള് മുറിക്കാത്തുണ്ട്, അവൾ എഴുന്നേറ്റിട്ടില്ല എന്ന് പറയാ. എന്ത് പറ്റി? അല്ല ഇന്നലെ പതിവില് വീഡിയോതുമായിട്ട് കുറെ ജോലികൾ ഉണ്ടായിരുന്നല്ലോ. ഇത്രയും കാലം അവള് ജോലികളൊന്നും ചെയ്തിരുന്നില്ല. അവള് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് കുറെ വേലക്കാരികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അധികം പണികളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ വിപരീതമായിട്ടല്ലേ സംഭവിച്ചേ. അപ്പൊ അതിൻ്റെതായ ബോഡി പെയിൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല, കിടക്കുവാന്ന് പറയണം. എന്താടാ? അല്ല എന്റെ കാച്ചി എണ്ണ തീർന്നു പറയണം. ആഹാ, അത് കൊള്ളാലോ. ഈ സമയത്ത് കനക അവിടുന്ന് സ്റ്റെയർ ഇറങ്ങി താഴേക്കും കൂടെ വരുമോ. അപ്പോഴാണ് ആദർശം ജയൻ നമ്മൾ സംസാരം കേൾക്കുന്നത്. കാച്ചി എണ്ണ തീർന്നുകൊണ്ട് അത് പറയാനായിരുന്നു. അല്ല എനിക്ക് ഈ എണ്ണ തേച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ടേ ജലദോഷമൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഈ എണ്ണ തേക്കാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ മുത്തശ്ശൻ പറഞ്ഞല്ലേ, അല്ലാതെ വേറെ ആരും പറഞ്ഞല്ല അല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ നയനയായിരുന്നു ഇതെല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരുന്നേ. അപ്പൊ എണ്ണ തീർന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഈ സമയത്ത് കനക അങ്ങോട്ട് ഇറങ്ങി വന്നു. അല്ല മോന് കാച്ചെണ്ണയാണോ? അത് കുഴപ്പമില്ല മോനെ, ഇങ്ങോട്ടാട്ട് ഇങ്ങത്താട്ട് ഞാൻ എണ്ണ കാച്ചിക്കൊണ്ട് വരാന്ന് പറയാണ്. പെട്ടെന്ന് ആദർശൻ അത് കുഴപ്പമില്ല ഇങ്ങതാ, എനിക്കറിയാം. എന്നോട് നയനമോൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എണ്ണയുടെ കാര്യം, പക്ഷെ ഞാനത് മറന്നുപോയതാ. അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ജയം പറഞ്ഞു, കണ്ടില്ലേ അവളില്ലാത്തോണ്ട്, അവളുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടും ചെയ്യില്ലായിരുന്നു. പക്ഷെ അവളില്ലാത്തതിന്റെ മാറ്റം നിനക്ക് ഇപ്പൊ മനസ്സിലായോ ആദർശേ? അവൾ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടു ചെയ്തോണ്ടിരുന്നത്. അല്ലച്ചാ നീ കൂടുതലൊന്നും പറയണ്ട, ഇത് നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനം എടുക്കണ്ടേ. പിന്നെ നയനമോളുടെ ഇവർക്ക് നല്ല സങ്കടമായിരുന്നു അറിയാം. നയനമോൾ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് എത്രമാത്രം വേദന ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാ അച്ഛൻ പറഞ്ഞ് കുറച്ചു ദിവസം അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നുള്ളത്. അങ്ങനെയെങ്കിലും ഇവിടെയുള്ളവർക്ക് അവളെ മനസ്സിലാവുമെന്ന് കരുതിയിട്ട് തന്നെ. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും നീ അവളുടെ ഭർത്താവാ, നീ വേണം അവളെ മനസ്സിലാക്കാനായിട്ട്, അവളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാന്ന് പറയാണ്. അല്ല അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തന്നെ നിന്റെ മുത്തശ്ശന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. മുത്തശ്ശന്റെ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന അവളല്ലേ. അപ്പൊ മുത്തശ്ശന് അവള് പോയ നല്ല വിഷമമുണ്ടെന്ന് പറയാ. ഇത് കേട്ടോ ആദർശ് പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, മുത്തശ്ശൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറയാം. ആ കൊള്ളാം, മുത്തശ്ശനാണോ കൂട്ടിക്കൊണ്ട് വരണ്ടേ? നീയല്ലേ കൂട്ടിക്കൊണ്ട് വരണ്ടേ? അതിന് അച്ഛനാണോ പോണ്ടേന്ന് ചോദിക്കുവാണ്. അല്ല പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞ ആദർശേ, ഒരു പക്ഷേങ്കില് നീ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവള് ചിലപ്പോൾ നിന്നിൽ നിന്ന് അകന്നു പോയെന്നിരിക്കും. പിന്നെ നീ അവളെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന് പറയാണ്. പിന്നീട് ആദർശം അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് കനക അങ്ങോട്ട് വന്നു. കനക പറഞ്ഞു, ഞാൻ കേട്ടു, നിങ്ങൾ തമ്മിലുള്ള സംസാരം എല്ലാം കേട്ടു. ഒരു പക്ഷേങ്കിൽ അവരിങ്ങനെ അകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ പിന്നെ ഒരിക്കലും അടുക്കത്തില്ലെന്ന് വരുവോ, അങ്ങനെ ചില ടെൻഷനുകളൊക്കെ കനകയുടെ ഉള്ളിലുണ്ട്. അതവ ജയനോട് തുറന്നു പറയുകയും ചെയ്തു. പെട്ടെന്ന് ജയൻ പറഞ്ഞു, അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും വേണ്ട, ആദർശിന്റെ ഉള്ളിൽ ഇപ്പോഴും നയന ഉണ്ട്, വേറെ ആരും ആ മനസ്സിലില്ലാന്ന് എനിക്കറിയാം. അവന്റെ അച്ഛനല്ലേ, എനിക്ക് ആ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്നെയും എൻ്റെ അച്ഛനെയും അവൻ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നേ. ഇനി ഈ കുടുംബത്തിന്റെ അടുത്ത കാരണവരാണ്ട് അവനാണ്. അതിനുള്ള എല്ലാ കാര്യപ്രാപ്തിയും ഗുണഗണങ്ങളും അവനുണ്ട്. അത് അച്ഛനാണെങ്കിലും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ അവന്റെ ഈഗോ, അതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും ഇങ്ങനെ കഴിയുന്നത്. അത് കുഴപ്പമില്ല, അവൻ മാറിക്കോളും. അവൻ നയനയെ വിളിച്ചുകൊണ്ട് വരും, അവർ തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കും. അതുകൊണ്ട് അതോർത്ത് കനക വിഷമിക്കണ്ടെന്ന് പറയാ. പക്ഷെ കനകയുടെ ഉള്ളിൽ എന്നാലും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെയായി തീരുമെന്നൊരു ടെൻഷൻ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.